പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ വധിച്ച സൈന്യം. അവന്തിപോരയ്ക്കും പുൽവാമയ്ക്കും ഇടയിലെ ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് ആസിഫ് ഉൾപ്പെടെ 3 ഭീകരരെ സൈന്യം വധിച്ചത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ശക്തമാക്കുകയാണ്. ഇന്ന് പുൽവാമ അവന്തിപുര പ്രദേശങ്ങൾക്കിടയിലുള്ള ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത് എന്നാണ്. ഈ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകി എന്നുള്ളത് സൈന്യവും ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിരുന്നു. ആസിഫ് ഷെയ്ഖിന്റെ വീട്, നേരത്തെ പുൽവാമയിലെ ത്രാലിലെ വീട് സൈന്യം ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് IED ഉപയോഗിച്ച് സ്ഫോടനം നടത്തി തകർക്കുകയും ചെയ്തിരുന്നു. വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഈ പ്രാദേശികമായി ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയ ഭീകരർക്ക് നേരത്തെ സൈന്യം നൽകിയിരുന്നു. വളരെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ത്രാൽ വനമേഖലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി സൈന്യവും CRPF കൂടാതെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായുള്ള ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷനിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖിനെ സൈന്യം വധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു 2 ഭീകരരെയും വധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഷോപ്പിയാനിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ കെല്ലറിലും ലഷ്കർ-ഇ-തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കശ്മീർ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന ഷഹീദ് കുട്ട ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചിരുന്നു. ഇവരും പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകി എന്ന് കണ്ടെത്തിയിരുന്നു. ഷഹീദ് കുട്ടയുടെ വീടും സൈന്യം നേരത്തെ തന്നെ തകർത്തിരുന്നു. അത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് വീണ്ടും വളരെ കൃത്യമായ തിരിച്ചടിയും മറുപടിയും ഭീകരർക്ക് സൈന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയ ഭീകരരെയാണ് വളരെ കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ട് സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് വധിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പുൽവാമ അവന്തിപുര പ്രദേശങ്ങൾക്കിടയിൽ ത്രാൽ വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലാണ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വനമേഖലകൾ, ഗ്രാമപ്രദേശങ്ങൾ, മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സൈന്യം പരിശോധന നടത്തി വരുന്നുണ്ട്. കാരണം അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഭാരതത്തിനെതിരെ കാര്യമായ ആക്രമണം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ നിലവിലുള്ള ഭീകരർ ഒപ്പം സ്ലീപ്പർ സെല്ലുകൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണം നടത്താൻ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദും ഒപ്പം പാക് ചാർ സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നുണ്ട്, ആസൂത്രണം നടത്തുന്നുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ട് സൈന്യത്തിന് മുൻപിലുണ്ട്. അത്തരം ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനും ഭീകരരെ വകവരുത്തുന്നതിനുമായി വളരെ കൃത്യമായിട്ടുള്ള ഭീകര വിരുദ്ധ നടപടികളും ഓപ്പറേഷനും സൈന്യം ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനകളും ഓപ്പറേഷനും നടത്തുന്നുണ്ട്. ഷോപ്പിയാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ്, ഓപ്പറേഷൻ കെല്ലറിലൂടെയാണ് ലഷ്കർ-ഇ-തോയ്ബയുടെ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കമാൻഡർ ഷഹീദ് കുട്ട ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ അവന്തിപുര പുൽവാമ പ്രദേശങ്ങൾക്കിടയിലുള്ള ത്രാൽ വനമേഖലയിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്. തുടർന്ന് ആ പരിശോധന ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ആ ഏറ്റുമുട്ടലാണ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖല നിലവിൽ ശാന്തമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതയും പരിശോധനയും നിരീക്ഷണവും സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ അതീവ ജാഗ്രതയിലൂടെയും നിരീക്ഷണത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലെ ഷോപ്പിയാനിലും ഇന്ന് ത്രാലിലും ഉണ്ടായത് സൈന്യം പ്രത്യേകമായി ആസൂത്രണം ചെയ്തിട്ടുള്ള സൈനിക നടപടിയും ഓപ്പറേഷനുമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികളിലൂടെ ഭീകരരെ കണ്ടെത്തുന്നതിനും അവരെ വധിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേക ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുകയാണ്.